പത്തനംതിട്ടയിൽ CBI ചമഞ്ഞ് ഭീഷണിപ്പെടുത്തി 45 ലക്ഷം രൂപ തട്ടിയതായി പരാതി. മുൻ പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥൻ കുഴിക്കാല സ്വദേശി കെ തോമസിൽ നിന്നാണ് പണം തട്ടിയെടുത്തത്. 2 ഘട്ടമായാണ് 45 ലക്ഷം കൈമാറിയത്. അനധികൃത പണമെന്ന് സംശയമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, വെർച്വൽ അറസ്റ്റുകളുടെ കാലമാണ്. അത്തരത്തിൽ തട്ടിപ്പ് നടത്തി പണം തട്ടുന്ന സംഘങ്ങൾ അങ്ങേയറ്റം സജീവമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത്. ഈ തട്ടിപ്പിന്റെ രീതി എന്തായിരുന്നു? നീലിമ 2001 പ്രതിരോധ വകുപ്പിൽ നിന്നും വിരമിച്ച ആളാണ്. കുഴിക്കാല സ്വദേശി തോമസ്. ഒറ്റയ്ക്കാണ് താമസം. വിദേശത്താണ് മകനുള്ളത്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് CBI ആണെന്ന് പറഞ്ഞുകൊണ്ട് തോമസിനെ ചില തട്ടിപ്പുകാർ ബന്ധപ്പെടുകയായിരുന്നു. പിന്നീട് തോമസിന്റെ അക്കൗണ്ടിലുള്ള പണം അനധികൃതമാണ് എന്ന് സംശയമുണ്ട്. അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി, നിയമപരമായിട്ടുള്ള പണമാണ് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്കിലേക്ക് പണം അയച്ച് നൽകണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തട്ടിപ്പ് നടത്തിയത്. തോമസ് 2 ഘട്ടങ്ങളായിട്ട് ഇവർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് റിസർവ് ബാങ്കിലേക്ക് കൈമാറുന്നതിന് വേണ്ടി അന്വേഷണത്തിന്റെ ഭാഗമാകും ഈ പണം പരിശോധിക്കുന്നതിന് വേണ്ടി കൈമാറുകയായിരുന്നു. ആദ്യം 10 ലക്ഷം രൂപയും പിന്നീട് തോമസിന്റെ അക്കൗണ്ടിലുള്ള ഫിക്സഡ് അക്കൗണ്ടിലുള്ള മറ്റു പണവും നൽകുകയായിരുന്നു. അങ്ങനെ 45 ലക്ഷം രൂപയാണ് തട്ടിപ്പ് സംഘത്തിന് കൈമാറിയത്. ഈ ബാങ്കിന്റെ മാനേജറാണ് സംശയം തോന്നിയതിനു ശേഷം നടത്തിയ പരിശോധനയിൽ ഇത് തട്ടിപ്പ് ആണ് എന്നുള്ള വിവരം തോമസിനെ പിന്നീട് അറിയിക്കുന്നത്. ഇദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ട സൈബർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. സൈബർ പോലീസ് ഈ കേസ് സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണവും നടത്തി വരികയാണ്. CBI ഉദ്യോഗസ്ഥർ ചമഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായിട്ടുള്ള തട്ടിപ്പുകൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പ്രതിരോധ വകുപ്പിൽ നിന്നും വിരമിച്ച ഒരു ജീവനക്കാരന് കൂടി 45 ലക്ഷം രൂപ നഷ്ടമായിരിക്കുന്നത്. വിശദമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ സൈബർ പോലീസ് നടത്തി വരുന്നുണ്ട്. നീലിമ, മിഥുൻ, ഈ തട്ടിപ്പ് നടന്നിട്ട് എത്ര നാളായി? കഴിഞ്ഞ 1 മാസത്തിനിടയിലാണ് തട്ടിപ്പ് നടന്നത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പോലീസിന് കൈമാറിയിരിക്കുന്ന പരാതിയിലും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സംഭവം എങ്ങനെയാണ്, എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഈ തട്ടിപ്പ് CBI ചമഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണ് നടക്കുന്നത് എന്ന് ഈ തോമസിന് കൃത്യമായി മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നീട് 2 തവണയായിട്ട് 45 ലക്ഷം രൂപ കൈമാറുന്നു. ആദ്യം 10 ലക്ഷം രൂപയും പിന്നീട് ഫിക്സഡ് അക്കൗണ്ടിലെ 40 പണവും നൽകുന്നു. അതിനുശേഷം വീണ്ടും പണം ഇവര് തോമസിനോട് ചോദിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നും വ്യാപകമായി ഇത്രയും പണം കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നതിലെ ദുരൂഹത സംശയിച്ചുകൊണ്ടാണ് ബാങ്ക് മാനേജർ അന്വേഷണം നടത്തുകയും ഇത് തട്ടിപ്പാണ് എന്നുള്ള വിവരം മനസ്സിലാക്കുകയും ചെയ്തത്. തുടർന്നാണ് പോലീസിൽ പരാതി നൽകണം, ഇത് തട്ടിപ്പാണ് എന്ന് തോമസിനെ ബാങ്ക് മാനേജർ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ബാങ്കിന്റെയും കൂടി പരാതിയിൽ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയും ചെയ്തിരിക്കുന്നത്.